തഹ്ലിയ ജമാഅത്തെ ഇസ്ലാമി നോമിനി തന്നെയെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. മറ്റെവിടെയും കാണിക്കാത്ത താൽപര്യം ജമാഅത്തെ ഇസ്ലാമി പേരാമ്പ്രയിൽ കാണിച്ചു. ഫാത്തിമ തഹ്ലിയയ്ക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി സ്ക്വാഡുകൾ ഇറക്കി. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിന് ശ്രമിച്ചെങ്കിലും നടന്നില്ല. SDPI വോട്ടുകൾ LDFന് ലഭിച്ചോ എന്ന് പരിശോധിച്ചിട്ടില്ല എന്നും ജില്ലയിൽ മികച്ച നേട്ടമുണ്ടാകുമെന്നും M മെഹബൂബ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മറ്റുള്ള സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥിയേക്കാൾ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രിവിലേജ് അവർക്ക് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം ഈ ജില്ലയിൽ പേരാമ്പ്ര മണ്ഡലത്തിലാണ് ജമാഅത്ത് ഇസ്ലാമി ഏറ്റവും സജീവമായി പ്രവർത്തകരിറങ്ങി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് നോട്ടീസ് അടിച്ച് പബ്ലിഷ് ചെയ്ത് വലിയ രീതിയിലുള്ള കൺവെൻഷൻ അവരുടെ പ്രവർത്തകരെ വെച്ച് നടത്തി. പിന്നീട് അവരുടെ പ്രത്യേക സ്ക്വാഡുകൾ പ്രത്യേക വീടുകൾ ലക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവർ കയറി. ന്യൂനപക്ഷ വർഗീയതയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി ഈ കാലയളവിലെല്ലാം ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം അവർ പേരാമ്പ്രയിൽ നടത്തിയിരുന്നു. അത് പൊളിഞ്ഞു പോയിട്ടുണ്ട്. സരീഷ് PK വിവരങ്ങളുമായി തത്സമയം നമുക്കിപ്പോൾ ചേർന്നു. സരീഷ്, ഗുഡ് മോർണിംഗ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് മുതൽ തന്നെ പേരാമ്പ്ര മണ്ഡലം ഈ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ചിത്രത്തിലുണ്ടായിരുന്നു. പിന്നീട് അവിടെ പലവിധമായ വിവാദങ്ങളുടെ ഏറ്റവും ഒടുവിൽ അനൗൺസ്മെന്റ് വിവാദം പോലും കേരളം ഒന്നടങ്കം ചർച്ച ചെയ്ത ഒന്നായി മാറുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ M മെഹബൂബ് ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ്. വിവരങ്ങൾ എങ്ങനെ? നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ മറ്റ് സ്ഥാനാർത്ഥികളും ഒക്കെ പ്രചരണ രംഗത്തുണ്ടായിരുന്നെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വിവാദമായത് വികസന ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക്, രാഷ്ട്രീയ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് പേരാമ്പ്ര മണ്ഡലമായിരുന്നു. അത് ആദ്യഘട്ടത്തിൽ വർഗീയ പരാമർശങ്ങൾ, പിന്നീട് അനൗൺസ്മെന്റ് വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അത്തരം വിവാദങ്ങൾക്ക് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് മെഹബൂബിന്റെ ഈ പരാമർശത്തെ ചൂണ്ടിക്കാട്ടി പറയേണ്ടത്. അതിൽ പ്രധാനമായും പറയുന്നത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായിരുന്ന ആരോപണങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത CPM വരുത്തുന്നു എന്നുള്ളതാണ്. കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനി തന്നെയാണ് ഫാത്തിമ തഹ്ലിയ എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. അതിന് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് പേരാമ്പ്രയിലാണ് ഏറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമി ശക്തമായി വേരോട്ടമുള്ളത്. ആ മേഖലകൾ തിരിച്ച് അവിടെ സ്ക്വാഡുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ പ്രത്യേകം നോട്ടീസ് അടിച്ച് വീടുകൾ കയറിയിട്ടുണ്ട്. ഫാത്തിമ തഹ്ലിയയ്ക്ക് വേണ്ടി സ്ക്വാഡുകളുടെ പ്രവർത്തനം അത് ഓരോ മേഖലകൾ തിരിച്ച് നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ട് ഏകീകരണം എന്നൊരു ലക്ഷ്യം UDFനുണ്ടായിരുന്നു. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ, അതിനുവേണ്ട ആരോപണങ്ങൾ, പരാതികൾ ഉൾപ്പെടെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല എന്നുകൂടി പറയുന്നു. നമ്മൾ തെരഞ്ഞെടുപ്പ് ദിവസം കണ്ടതാണ്. രാവിലെ 7 മണിക്കാണ് പോളിംഗ് ആരംഭിക്കുന്നതെങ്കിൽ 6:30 തന്നെ സ്ത്രീകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് കണ്ടതാണ്. അത്തരത്തിലുള്ളൊരു ഏകീകരണത്തിന് വേണ്ടി, അതായത് ആ വോട്ടുകൾ മുഴുവൻ, ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ ഫാത്തിമ തഹ്ലിയയിലേക്ക് എത്തിക്കണം എന്നൊരു ലക്ഷ്യവുമായി UDF പ്രവർത്തിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള ചില തന്ത്രങ്ങളാണ് ഈ അനൗൺസ്മെന്റ് വിവാദങ്ങൾ ഉൾപ്പെടെ എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം ശരിവെച്ചുകൊണ്ട്, അതായത് UDFന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ന്യൂനപക്ഷ വോട്ട് ഏകീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ പ്രബുദ്ധരായ ജനങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതോടൊപ്പം തന്നെ CPM മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. SDPIയുടെ വോട്ടുകൾ, പ്രത്യേകിച്ച് പേരാമ്പ്ര മണ്ഡലത്തിൽ SDPIയുടെ വോട്ടുകൾ അതിനിർണായകമാണ്. അത്തരത്തിൽ SDPIയുടെ വോട്ടുകളോ അതോടൊപ്പം തന്നെ AP വിഭാഗത്തിന്റെ വോട്ടുകളോ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം അത് വ്യക്തമല്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പാകുമ്പോൾ പല വിഭാഗങ്ങളും വോട്ട് ചെയ്യും. പ്രത്യേകിച്ച് AP വിഭാഗം ഒരു മതസംഘടനയാണ്. ആ മതസംഘടനയിലെ വ്യക്തികൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടാകാം. അങ്ങനെയെങ്കിൽ ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന, പ്രത്യേകിച്ച് ഇടത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകാം എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോഴും മറുവശത്ത് കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം അത് പേരാമ്പ്രയിൽ വ്യക്തമായിരുന്നു എന്നുകൂടിയാണ്. ഗുരുതരമായ ആരോപണമാണ് ഇപ്പോ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഫാത്തിമ തഹ്ലിയെ ജമാഅത്തെ ഇസ്ലാമി നോമിനി തന്നെയാണെന്നാണ് CPIMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ M മെഹബൂബ് പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സരീഷ് PK കോഴിക്കോട് നിന്ന്.